ഒരു കഥ പറയാറുണ്ട് സാധാരണ. അസ്മായി എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനാണല്ലോ. അസ്മായി ഒരിക്കൽ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. ഇതിങ്ങനെ തൊട്ടടുത്തിരുന്ന അറാബി കേൾക്കുമ്പോൾ അറാബി ചോദിക്കാണ്, മാ ഹാദൽ കലാം, ഇത് ആരെ കലാമാണ്? കലാമു മൻ ഹാദ? ഈ അറാബി ഹാഫിളായിരുന്നോ? അല്ല, അറാബിക്ക് ഖുർആനൊന്നും അറിയില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കലാം കേട്ടപ്പോ ചോദിക്കാണ്, കലാം മൻ ഹാദ? അസ്മായിന്റെ മറുപടി, ഹാദ കലാമുള്ള. അപ്പോ അവിടുന്ന് ആ അറാബി പറയാണ്, ലൈസ ഹാദ കലാമുള്ള, ഇങ്ങനെ ഉണ്ടാവൂല, കലാമുള്ള ഇങ്ങനെ ഉണ്ടാവൂല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, ഹാഫിളല്ലാത്ത ഒരാൾക്ക് ഇപ്പൊ ഈ ആയത്ത് കേട്ടാൽ ഇതിൽ തെറ്റെന്താന്ന് മനസ്സിലാവൂല. ശരിക്കും അവിടെ വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറയാൻ പാടില്ല. കാരണം കട്ടെടുത്താൽ അവന്റെ ശിക്ഷ ഇങ്ങനെ വിശദീകരിച്ച് വരാം. എന്നിട്ട് പിന്നെ അള്ളാഹു ഗഫൂറുർ റഹീം ആണെന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിനോട് യോജിക്കണില്ല. അവിടെ ഏറ്റവും യോജിക്കുന്ന ഉപയോഗം അല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ്. അതാണ് ശരിക്കും ആയത്തിലുള്ളത്. അപ്പൊ അറിയാതെ അസ്മായി ഓതിപ്പോയപ്പോ ഖുർആൻ ഒന്നും അറിയാത്ത ആ അറാബി അത് പിടികൂടുകയാണ് ചെയ്തത്. അപ്പൊ ഏറ്റവും സ്യൂട്ടായ പദം ഖുർആൻ ഉപയോഗിക്കുന്നു. അപ്പൊ അറബികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.